പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തലിനും സമാധാന ശ്രമങ്ങൾക്കും മങ്ങലേൽപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് US ദക്ഷിണ ഇറാനു നേരെ ആക്രമണം നടത്തുന്നത്. US സൈനികർക്കും നാവിക ലക്ഷ്യങ്ങൾക്കും ഭീഷണിയായ ഹോർമൂസ് കടലിടുക്കിലുള്ള ഇറാന്റെ ദക്ഷിണ തീരത്തുള്ള ബന്ദർ അബ്ബാസ് തുറമുഖത്തോട് ചേർന്നുള്ള മിസൈൽ സംബന്ധമായ കേന്ദ്രങ്ങൾക്കും കടലിടുക്കിൽ മൈൻ വിതരണ ശേഷിയുള്ള യാനങ്ങൾക്കും നേരെ നടന്ന ആക്രമണത്തിൽ 4 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഈ ആക്രമണം സമാധാന ചർച്ചകൾക്ക് വിഘാതമോ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിന്റെ സൂചനയോ ആയി കാണേണ്ടതില്ലെന്ന വാദമാണ് US കേന്ദ്രങ്ങൾ നൽകുന്നത്. സമാന്തരമായി ലെബനനിലെ ബെക്ക താഴ്വരയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1 ഡസനിലധികം പേർ കൊല്ലപ്പെട്ടതും ആ രാജ്യത്തെ ഇറാൻ അനുകൂല ഹിസ്ബുള്ള താവളങ്ങളെന്ന് ആരോപിക്കപ്പെടുന്ന 10 ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്ന വെടിനിർത്തലിന് ഭീഷണി ഉയർത്തുന്നു. തിങ്കളാഴ്ച ഖത്തറിൽ ആരംഭിച്ച US ഇറാൻ സമാധാന ചർച്ചകളുടെ ഫലപ്രാപ്തിയെപ്പറ്റി ആശങ്കയുളവാക്കുന്ന സംഭവ വികാസങ്ങളാണവ. ടെഹ്റാനിലും ദോഹയിലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥാപനത്തിനും ഹോർമൂസ് കടലിടുക്ക് എണ്ണ നീക്കത്തിനായി തുറക്കപ്പെടുമെന്നും പ്രതീക്ഷ ലോകത്തിന് നൽകിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ആഗോള എണ്ണവില $100 താഴേക്ക് കൊണ്ടുവരുന്നതിനും സഹായകമായി. എന്നാൽ ഇരുട്ടി വെളുക്കും മുൻപ് USഉം ഇസ്രയേലും വെടിനിർത്തൽ ധാരണകൾ ലംഘിച്ചു നടത്തിയ ആക്രമണങ്ങൾ എണ്ണവില 4% കണ്ട് ഉയരാൻ കാരണമായി. US, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ഉയരുന്ന പ്രതികരണങ്ങൾ സമാധാന ശ്രമങ്ങൾ ഇനിയും അകലെയാണെന്ന പ്രതീതിയാണ് നൽകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാഷിംഗ്ടണിൽ നിന്ന് പ്രസിഡന്റ് ട്രംപും ഇന്ത്യ സന്ദർശനത്തിനിടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും നൽകിപ്പോന്ന സൂചനകൾ പശ്ചിമേഷ്യയിൽ സമാധാന സാധ്യതകൾ വൈകാതെ ഉണ്ടാവുമെന്ന പ്രതീതി ജനിപ്പിച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രഖ്യാപനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും അപ്പുറമാണ് USലെ വലതുപക്ഷ റിപ്പബ്ലിക്കൻ യാഥാസ്ഥിതിക കേന്ദ്രങ്ങളും ജൂത ലോബിയും ട്രംപ് ഭരണകൂടത്തിൽ ചെലുത്തുന്ന സമ്മർദ്ദമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്മേൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെയും ഈജിപ്ത്, തുർക്കി തുടങ്ങിയവയുടെയും സമ്മർദ്ദം ഏറെയുണ്ട്. പശ്ചിമേഷ്യൻ എണ്ണയെയും പ്രകൃതിവാതകത്തെയും ആശ്രയിക്കുന്ന യൂറോപ്പിലെയും ഏഷ്യ പസഫിക് മേഖലയിലെയും രാഷ്ട്രങ്ങളും ജനങ്ങളും ബിസിനസ് താൽപര്യങ്ങളും കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തെ തുടർന്ന് യുദ്ധം അവസാനിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. 2015 ഒബാമ ഭരണകൂടം യൂറോപ്യൻ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഇറാന്റെ ആണവായുധ സാധ്യതകളുടെ മേൽ കൈവരിച്ച കരാറിൽ നിന്നും തുടർന്നു വന്ന ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ പിന്മാറ്റമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കീഴടങ്ങലിന് ഇറാൻ ഇപ്പോഴും സന്നദ്ധമായിട്ടില്ല. USഉം പാശ്ചാത്യ ലോകവും മരവിപ്പിച്ച തങ്ങളുടെ ആസ്തികൾ വിട്ടുകിട്ടണമെന്നതും ഇറാന്റെ നിർദ്ദിഷ്ട കരാർ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. അവ അംഗീകരിക്കപ്പെടുകയും US സൈന്യത്തിന്റെ പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രകോപനപരമായ സാന്നിധ്യം അവസാനിപ്പിക്കുകയും ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലി കടന്നാക്രമണത്തിന് അറുതി വരുത്തുകയും ചെയ്താൽ സമാധാനം സാധ്യമാവും. അത്തരമൊരു കരാറിന് വഴങ്ങുന്നത് ഇറാന്റെ രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ വിജയമായി വാഷിംഗ്ടണിലെ ജൂത ലോബിയും വലത് റിപ്പബ്ലിക്കൻ യാഥാസ്ഥിതികരും വിലയിരുത്തുന്നു. അതാണ് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകമെമ്പാടും സമ്പദ്ഘടനകളെ പ്രതിസന്ധിയിലാക്കുകയും സാമാന്യ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതി തുടരുന്നത് പല ലോകരാഷ്ട്രങ്ങളിലും രാഷ്ട്രീയ അസ്വാസ്ഥ്യങ്ങൾക്കും അസ്ഥിരതയ്ക്കും കാരണമാകും. സമകാലിക ലോകരാഷ്ട്രീയത്തിൽ വലതുപക്ഷ ദേശീയ ശക്തികൾക്കുള്ള ആധിപത്യമാണ് സമാധാനത്തിനു വേണ്ടിയുള്ള ജനാധിപത്യപരമായ ജനകീയ മുന്നേറ്റങ്ങളെ തടയുന്നത്. അത്തരം മുന്നേറ്റങ്ങളെ രാഷ്ട്രവിരുദ്ധ അട്ടിമറി ശ്രമങ്ങളായി വ്യാഖ്യാനിച്ച് തടഞ്ഞു നിർത്താനും അമർച്ച ചെയ്യാനുമാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത്. യുദ്ധങ്ങൾക്കും ആയുധ മാത്സര്യങ്ങൾക്കുമെതിരായ സമാധാന പ്രസ്ഥാനങ്ങളെ ദുർബലമാക്കുന്നത് അത്തരം വലതുപക്ഷ ദേശീയ ശക്തികൾ നയിക്കുന്ന ഭരണകൂടങ്ങളാണ്. USന്റെയും ഇസ്രായേലിന്റെയും ആക്രമണ യുദ്ധങ്ങൾക്കെതിരെ പലസ്തീൻ, ഇറാനിയൻ ജനതകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന യാതൊന്നിനും അനുമതിയും ഇടവും നൽകാത്ത മോഡി ഭരണകൂടം അത്തരം ആഗോള രാഷ്ട്രീയ പ്രതിഭാസത്തിന്റെ പ്രതിഫലനമാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കാനും ജനങ്ങളുടെ ദുരിതങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനും വലതുപക്ഷ ദേശീയതയുടെ രാഷ്ട്രീയത്തെ ചെറുത്തു പരാജയപ്പെടുത്തിയേ മതിയാകൂ. സമാധാനത്തിനും ജനാധിപത്യത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടവും ചെറുത്തുനിൽപ്പും യുദ്ധത്തിനും ആയുധ പന്തയത്തിനും എതിരായുള്ള പോരാട്ടവും വേറിട്ടവയല്ല, ഒന്നു തന്നെയാണ്.